വയനാട്ടിലെ പ്രസിദ്ധമായ കാരാപ്പുഴ ഡാം സന്ദർശനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡാമിലേക്ക് പ്രവേശിക്കാൻ പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശന ഫീസ് അടച്ച ശേഷം ഞങ്ങൾ ഡാമിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. പ്രവേശന കവാടം കടന്നാൽ ടൈല് പതിപ്പിച്ച നല്ല വൃത്തിയുള്ള മനോഹരമായ നടപ്പാതയാണ്. നടപ്പാതയുടെ ഇരുവശവും ഈന്തപ്പനകളും ചെടികളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വശങ്ങളിൽ പുല്ലുകൊണ്ടുള്ള മൈതാനം വളരെ മനോഹരമാണ്. ഇവയെ കടന്ന് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. വളരെ ഹൃദ്യവും മനോഹരമായ അനുഭവമാണ് ഈ ഡാമിനുള്ളിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. നിറയെ പൂന്തോട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂച്ചെടികളുമെല്ലാം വളരെ ഹൃദ്യമായ അനുഭവമാണ് ഓരോ സഞ്ചാരിക്കും ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള പാർക്ക്. വിവിധങ്ങളായ ആക്ടിവിറ്റീസാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരാപ്പുഴ മെഗാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കുട്ടികളുടെ പാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ സാഹസികത നിറഞ്ഞു നിൽക്കുന്ന സിപ്പ് ലൈൻ, സ്പീഡ് ബോട്ട് സംവിധാനങ്ങളും ഇവിടെ നിലവിലുണ്ട്. ലാൻഡ്സ്കേപ്പ് ഗാർഡനുകൾ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഐറ്റങ്ങളാണ്. ഈ കാണുന്നത് വാച്ച് ടവറാണ്. ഡാമിന് മുകളിലുള്ള ഈ വാച്ച് ടവറിൽ നിന്നാൽ റിസർവോയറിൻ്റെയും ചുറ്റുമുള്ള കുന്നുകളുടെയും മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. കുട്ടികളുടെ പാർക്കും കഴിഞ്ഞ് ഡാമിന് മുകളിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ ഡാം സന്ദർശിച്ച സമയം വൈകുന്നേരത്തോടുകൂടി ആയതുകൊണ്ട് ഡാമിന് മുകളിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ കാരാപ്പുഴയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. 1974 നിർമ്മാണം ആരംഭിച്ച് 2004 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇതിന് 625 മീറ്റർ നീളവും 28 മീറ്റർ ഉയരവുമുണ്ട്. മണ്ണുകൊണ്ടുകൂടിയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. കബനി നദിയുടെ കൈവഴിയായ കാരാപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ച ഈ ഡാം പ്രധാനമായും ജലസേചനത്തിനാണ് ഉപയോഗിക്കുന്നത്. ഡാമിന് മുൻപിലായി ക്രമീകരിച്ചിരിക്കുന്ന ഗാർഡനിലേക്കുള്ള വഴിയാണ് ഇവിടെ തിരിയുന്നത്. അതിമനോഹരങ്ങളായ പുഷ്പങ്ങളെ കൊണ്ട് ഗാർഡൻ അലങ്കരിച്ചിട്ടുണ്ട്. ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ ഐറ്റങ്ങളാണ് ഈ ഗാർഡനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
കാരാപ്പുഴ ഡാമിൻ്റെയും ഗാർഡൻ്റെയും സന്ദർശനം ഞങ്ങൾ പൂർത്തിയാക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.